ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഉച്ച സമയമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ മീൻകറി വെക്കാനെ കൊണ്ട് കരിയാപ്പില പറിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? കാടാണ് ഗായ്സ്. എൻ്റെ കോലം ഭയങ്കര ബോറാണല്ലേ. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് കരിയാപ്പില കിട്ടി. ജൂലി ഇവിടെ ഉണ്ട്. ജൂലി ഇല്ലാത്ത വീഡിയോസ് ഉണ്ടോ? ജൂലി ഇല്ലാത്തട ഉണ്ടോ? നമ്മളെ പിന്നെ കൂട്ടിലിട്ട് അടയ്ക്കാറില്ല. കാരണം നമ്മൾ ക്യാമറ എവിടെ ഇരിക്കുന്നത് അവളെ അങ്ങനെ അതെന്തോ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യത്തില്ലേ. തോറുള്ളപ്പോൾ ഇവരെ കൂട്ടിയിടുമായിരുന്നു. കാരണം രണ്ടും കൂടെ നടക്കത്തില്ല. ഇവിടെ നമുക്ക് കോവയ്ക്കൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചു. പക്ഷെ ഇനിയും കാണും. ഇതുപോലെ അവിടെ ഫാഷൻ ഫ്രൂട്ട് നിൽപ്പുണ്ട്. കോവയ്ക്കൊക്കെ പറിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ പറിച്ചു കേട്ടോ. അതുപോലെ അവിടെ ഫാഷൻ ഫ്രൂട്ട് നിൽക്കുന്നത് എന്തോന്ന് വീണല്ലോ ഇവിടെ. അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ പോട്ടെ. ഇവിടെ നല്ല പാമ്പല്ലോ ഉണ്ട്. വേണ്ട ജൂലി. ഇനി നമുക്ക് ഇവിടെയും കുറേ ഫാഷൻ ഫ്രൂട്ട് പേരയ്ക്കൊക്കെ ആയി വരുന്നു. ഇവിടെയും കുറേ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നേ. കാണിക്കാതെ ഇവിടെയും കുറച്ച് അതുകൊണ്ട് നിൽക്കുന്നത് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ നമുക്കിത് പറിച്ചിട്ട് നമുക്കിത് കഴിക്കുന്നൊരു വീഡിയോ ഇടാം. പിന്നെ നീളം നിൽപ്പുണ്ട്. ഓക്കെ വേപ്പില കിട്ടി. അപ്പം നമുക്ക് മീൻകറി വെക്കാം. ഓക്കെ കമ. ഫിഷ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കത്തിക്കും. കത്തി അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അമ്മ കുറച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിക്കാം. ക്യാമറ ഇച്ചിരി കൂടെ ഒന്ന് ഇപ്പോൾ കാണാമല്ലോ. അപ്പോൾ എണ്ണ ഒഴിച്ചു. ഓൾറെഡി മസാലയെല്ലാം എടുത്ത് തന്നിട്ടുണ്ട് അളവിന്. അതുകൊണ്ട് ഇനി അളവ് പറയാനേ എനിക്കറിയത്തില്ല. ഇഞ്ചി വെളിച്ചെണ്ണ ഇപ്പോൾ ഗൈസ് മൂത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. കണ്ട് മഞ്ഞൾപ്പൊടി കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് മിക്സ് ചെയ്തല്ല, എല്ലാം കൂടെ എടുത്ത് വെച്ചതില്ല. നമ്മളിത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുമച്ചെന്നുള്ളതിൻ്റെ അർത്ഥം വെച്ചാൽ മൂപ്പെന്നുള്ളതിൻ്റെ അർത്ഥം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ചു. മീനിടാൻ പോണേ. ഓക്കെ ചക്ക വിളിക്കുന്നതാണ്. ചക്ക. ഹായ് എന്തെടുക്കുക? വാട്ടർ കളർ ചെയ്യുവാണോ? നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തേങ്ങാപ്പാവാണ്. ഈ ചക്കയും കൂടെ വേണം. വെച്ചുന്നുണ്ട്. ഇനി തുറന്ന് മീൻകറിനായിട്ടുണ്ട്. അടിപൊളിയല്ലേ? നമുക്കിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഹായ്. സൂപ്പറായിട്ട് ഞമ്മ കഴിക്കാവല്ലോ. ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നത്? ക്യാമറ ഇവിടെ. എന്തുവാ കോലം? മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ കൂട്ടിലിട്ട് അടച്ചിട്ടുമില്ല. അപ്പോൾ മഴയാണ്. നമുക്ക് മഴയത്ത് കരിയാപ്പില പറിക്കാൻ പോകാം. ഇതെന്ന് പറയുന്നത് കരിയാപ്പില കറി മാത്രമേ മഴയാണ് ഗൈസ്. മഴ എന്ത് പാടിയത് ഗൈസ്. ഞങ്ങൾ ചോറ് റെഡിയായി. ചക്ക വേവിച്ചത്. ഇയൊന്നുമില്ലല്ലോ. ചക്ക വേവിച്ചത്
വേവിച്ചത്, മോര് കാച്ചിയതുണ്ട്. ഇതിനങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ. ഒരു അയില വറുത്തത്, പിന്നെ കുറച്ച് നെത്തോലി ഉണ്ട് ഇവിടെ. പിന്നെ എന്തുണ്ട്? മീൻകറി ഉണ്ട്, മീൻ തോരനുണ്ട്, മീൻ തോരൻ വെച്ചത്, അയിലക്കറി. അയിലക്കറി എടുക്കുന്നു. അപ്പോൾ ഞാനത് കഴിച്ച് കാണിക്കാവേ. കുറച്ച് ചക്ക, നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ വറുത്തതും കറിയും ഇച്ചിരി ചോറും. അടിപൊളി അടിപൊളി കേട്ടോ, നല്ല കോമ്പിനേഷൻ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.